അങ്ങനെ ആ ഒരു സിനിമ ഇതിലേക്ക് വന്നു. പിന്നെ അതിനിടയ്ക്ക് പിന്നെ സംവിധാനം പരിപാടികളൊക്കെ ഉണ്ടല്ലോ. ബേസിക്കലി ആഡ്സ് ആണ് സംവിധാനം ചെയ്യുന്നത്. എന്ത് പറ്റുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കോവിഡിന് മുമ്പേ ഞാൻ ആഡ്സ് ഡയറക്റ്റ് ചെയ്തിരുന്നു. ഞാൻ അഭിനയിക്കാത്ത ആഡുകളായിരുന്നു ഡയറക്റ്റ് ചെയ്തിരുന്നത്. അതെനിക്ക് അതിനോടുള്ള താല്പര്യം കൊണ്ട് ചെയ്തിരുന്നു. അതുകൊണ്ട് അന്ന് അത്ര പബ്ലിസിറ്റി കൊടുത്തിരുന്നില്ല. ഞാൻ 2018 2019 വളരെ സജീവമായിട്ട് വലിയ വലിയ ആഡ്സ് പലപ്പോഴും അത് ഏഷ്യാനെറ്റിലൊക്കെ നല്ല റിലീസ് ഉണ്ടായിരുന്നു ആഡ്സ്. അപ്പോൾ ആഡ്സ് കാണുമ്പോൾ ചില ആൾക്കാർ ജി പി ആണത് ചെയ്ത് എന്ന് ചോദിക്കാറുണ്ട്. ഞാൻ റീപോസിൻ്റെ ഒരു ബെഡിൻ്റെ ആഡ് ചെയ്തിട്ടുണ്ട്. കുറേ ആൾക്കാർ ഗണ്ണൊക്കെ കൊടുത്തിട്ട് ബേസിക് ആയിട്ട് എന്താ വെച്ചാൽ അതിൻ്റെ ഒരു ബേസിക് കോൺസെപ്റ്റ് എന്താ വെച്ചാൽ ഒരാൾ കിടന്ന് ഓടുകയാണ്, കുറേ ആൾക്കാർ ഗാങ്സ്റ്റേഴ്സ് അയാളെ ചേസ് ചെയ്യാണ്. അവസാനം അവർ കൊണ്ടുവന്ന് നിൽക്കുന്നത് എങ്ങനെയാ വെച്ചാൽ ഈ ഗണ്ണിൻ്റെ മേലെ സാലറി, ഡെഡ് ലൈൻ, വർക്ക് പ്രഷർ, ടാർഗറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഫുൾ ഓരോ ഗണ്ണിൻ്റെ മേലെ ഓരോ സംഭവമാണ്. ഇതെല്ലാം കൂടെ അയാളെ ഷൂട്ട് ചെയ്യാണ്. അയാൾ നേരെ ബെഡിലേക്ക് വീഴുക. അപ്പോൾ ബെഡിന് അപ്പോൾ ഇതെല്ലാം അപ്രത്യക്ഷമാണ്. അപ്പോൾ ബെഡിൻ്റെ പരസ്യമായിരുന്നു റിപ്പോസ് സ്പ്രിംഗ് മാട്രസ് എന്ന് പറഞ്ഞിട്ട്. അത് ഏഷ്യാനെറ്റിലൊക്കെ അത്യാവശ്യം നല്ല റിലീസ് ഉണ്ടായിരുന്നു. റിപ്പോസ് പൊതുവേ ഏഷ്യാനെറ്റിലെ ബിഗ് ബോസിൻ്റെ ഇതിൻ്റെയൊക്കെ ഇടയിൽ നന്നായിട്ട് ഹെവി ആയിട്ട് അഡ്വർടൈസ് ചെയ്യുന്ന ടീമാണ്. പിന്നെ ഏഷ്യാനെറ്റിൻ്റെ ഒരു 25 yearsൻ്റെ ഒരു പ്രൊമോ ഞാൻ ഡയറക്റ്റ് ചെയ്തിരുന്നു. അത് ഞാനും എൻ്റെ ഒരു കസിൻ അരവിന്ദും കൂടിയിട്ടാണ്, രണ്ടുപേരും കൂടിയിട്ടാണ് അത് ചെയ്തിരുന്നത്. അത് കമൽഹാസൻ സാറും ലാലേട്ടനും മമ്മൂക്കയും കൂടിയിട്ടാണ് ലോഞ്ച് ചെയ്തത്. കാരണം 25 കൊല്ലത്തെ അതിൻ്റെ മ്യൂസിക്കൊക്കെ നമ്മൾ ഗോപി ചേട്ടനെ കൊണ്ടൊക്കെയാണ് ചെയ്യിപ്പിച്ചത്. കുറേ കാലം അതായിരുന്നു ഏഷ്യാനെറ്റിൻ്റെ ട്യൂൺ എന്ന് പറഞ്ഞ് സമഗണന. അത് ഞങ്ങളായിട്ട് ഗോപി ചേട്ടനെ കൊണ്ട് കമ്പോസ് ചെയ്യിപ്പിച്ച മ്യൂസിക് ആയിരുന്നു. അപ്പോൾ ആ പ്രൊമോൻ്റെ മ്യൂസിക് ഇഷ്ടപ്പെട്ടിട്ട് അവർ ആ ബിറ്റ് എടുത്തിട്ട് ആ ഒരു സ്പേസ് എടുത്തിട്ട് ഏഷ്യാനെറ്റിൻ്റെ ലോഗോയിൽ വരെ അവർ യൂസ് ചെയ്തു. അത് കുറച്ച് കാലം അവർ യൂസ് ചെയ്തിരുന്നു. അങ്ങനെയൊക്കെ ചെയ്തു പോയിരുന്നു. ഞാൻ ഈ 2020 അലവൈകുണ്ഠപുരമലും ലോക്ക്ഡൗണും ഒക്കെ കൂടി വന്നപ്പോഴാണ് അഡ്വർടൈസിങ് ഈ സംവിധാനം നിർത്തിയത്. അതിനുള്ള മെയിൻ കാരണം രണ്ടെണ്ണമായിരുന്നു. ഒന്ന്, തെലുങ്ക് സിനിമകൾ ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യണമായിരുന്നു. രണ്ട്, എനിക്ക് ഈ സംവിധാനം ചെയ്യണമെങ്കിൽ നമ്മളൊരു കോൺസെപ്റ്റ് ഉണ്ടാക്കിയിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടേ പ്രസൻറ്റ് ചെയ്ത് അവരെ കൺവിൻസ് ചെയ്തിട്ട് വേണം ഈ വർക്ക് എടുക്കാൻ. ഇപ്പോൾ ഈ പറയുന്ന പോലെ 2 months എങ്കിലും ഇപ്പോൾ അഭിനയിച്ചു പോകാൻ എനിക്കൊരു ദിവസം മതി. നേരെ പോകുന്നു, രാവിലെ പോകുന്നു, മേക്കപ്പ് ചെയ്യുന്നു, അഭിനയിക്കുന്നു, വൈകുന്നേരം പോകുന്നു, തിരിച്ചു വരുന്നു, കാശ് കയ്യിൽ വാങ്ങുന്നു. പക്ഷേ ഇത് നമ്മൾ ഡയറക്റ്റ് ചെയ്യും പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരു 1.5 months ഇതിൻ്റെ പിന്നാലെ നമ്മൾ ഓടണം. ഫ്രം സ്ക്രിപ്റ്റിംഗ് ടു എവ്രിതിങ് ടു പോസ്റ്റ് പ്രൊഡക്ഷൻ ടു ക്ലയൻറ്റിനെ കൺവിൻസിങ്, ചേഞ്ചിങ്, വ്യത്യാസങ്ങൾ, പരിപാടികളെല്ലാം കഴിഞ്ഞ് ഇത് ക്ലയൻറ്റിൻ്റെ കൈ കൊടുത്ത് കാശ് കിട്ടുമ്പോഴേക്കും 2 മാസം 3 മാസം എടുക്കും. പക്ഷേ വലിയ എമൗണ്ടാണ് കിട്ടുക. അപ്പോൾ ഇത്രയും ടൈം എനിക്കില്ലാതെ. കാരണം 2020 കഴിഞ്ഞപ്പോഴേക്കും തെലുങ്ക് ഓപ്പണായി, യൂട്യൂബ് ചാനൽ ഓപ്പണായി, മറ്റേത് ഓപ്പണായി, കുറച്ച് അപ്പോൾ തന്നെ മൈ ബാസ്ക്കറ്റ് വാസ് ഫുൾ. കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയായിരുന്നു. അപ്പോൾ ഞാൻ സംവിധാനം നിർത്തി എന്നുള്ള രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അഡ്വർടൈസിങ് ഇൻഡസ്ട്രി ചേഞ്ച് ചെയ്യാൻ തുടങ്ങിയത്. റീൽ അഡ്വർടൈസിംഗ് എന്ന് പറഞ്ഞൊരു പരിപാടി കയറി തുടങ്ങിയത്. കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്ന് പറഞ്ഞ പരിപാടികൾ വന്നു തുടങ്ങി. അപ്പോൾ നമ്മുടെ സ്പേസാണ്. നമ്മൾ പണ്ട് 3 കൊല്ലം മുമ്പ് ചെയ്തിരുന്ന സാധനമാണ് ഈ സ്ക്രിപ്റ്റ് എഴുതലും ഷൂട്ട് ചെയ്യലും. അതിൻ്റെക്കാൾ വളരെ ലൈറ്റർ വേർഷനാണ് റീൽ മേക്കിംഗ്. അപ്പോൾ റീൽ കോൺസെപ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഈസി ആയിട്ടുള്ള പരിപാടിയായി തുടങ്ങി. ഇപ്പോൾ പലപ്പോഴും പല സെലിബ്രിറ്റീസിനും എങ്ങനെ വെച്ചാൽ ക്ലയൻറ്റ് കോൺസെപ്റ്റ് കൊടുക്കുകയോ വേറൊരു പ്രൊഡക്ഷൻ ഹൗസ് വന്ന് ഷൂട്ട് ചെയ്യുകയോ ചെയ്യുമ്പോൾ ഇത് നമ്മൾ തന്നെ ചെയ്യും. കാരണം നമുക്ക് ഇതിലും വലിയ പാരഫർണിയലിയിൽ 100 ആൾക്കാരെ വെച്ചിട്ട് നമ്മൾ ഷൂട്ട് ചെയ്തിരുന്ന ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഇതൊരു 10 ആൾക്കാരെ വെച്ചോ 5 ആൾക്കാരെ വെച്ചോ റീൽ ഷൂട്ട് ചെയ്യുക എന്നുള്ളത് നമുക്ക് ഈസി ആയി തുടങ്ങി. ആൻഡ് മോർ ഓവർ ഇപ്പോൾ യൂട്യൂബൊക്കെ ഞാൻ ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ എനിക്ക് ഈ സംവിധാനത്തിനോടുള്ള താല്പര്യം കൊണ്ടാണ്. ഒരു കോണ്ടന്റ് എടുക്കുക, അത് എഡിറ്റ് ചെയ്യുക, അത് പ്രസൻറ്റ് ചെയ്യുക. എൻ്റെ പൊതുവേ ലൈഫ് സ്റ്റൈൽ വ്ളോഗുകളിൽ പോലും ഒരു സ്റ്റോറി ടെല്ലിംഗ് ഉണ്ടാവും. ഈ ഇരുന്ന് സംസാരിക്കുന്ന അതേ എക്സൈറ്റ്മെൻറ്റാണ് എനിക്കിത് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ. ആ സ്റ്റോറി ടെല്ലിങ്ങിൽ അഡിക്ഷനായി തുടങ്ങി. അപ്പോൾ അങ്ങനെയാണിത് വന്നത്. സോ ദെൻ അഗെയിൻ പിന്നെ എന്ത് പറ്റിച്ചാൽ ഗോപിയും കൂടി വന്നോട് കൂടിയിട്ട് രണ്ടുപേരും കൂടെ ഒരുമിച്ച് ബ്രാൻഡ് അനൗൺസ്മെൻറ്റ്സ് ഒക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ വീണ്ടും ഞങ്ങൾ ചെയ്യുന്ന TVC ഡയറക്റ്റ് ചെയ്ത് തുടങ്ങി. നമ്മൾ ചെയ്യുന്ന TVCs നമ്മൾ തന്നെയാണ് കോൺസെപ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഗോപിക ഇതിനു മുമ്പ് അധികം ആഡ്സ് ഒന്നും ചെയ്യാത്തതുകൊണ്ട് ഗോപിക ഇത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഒരു ആഡിൻ്റെ മീറ്ററും കംഫർട്ട് സോണൊക്കെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ആളെ കംഫർട്ട് ആക്കാവുന്ന രീതിയിലുള്ള കോൺസെപ്റ്റ്സ് ഒക്കെ ആദ്യം തുടങ്ങി. ഇപ്പോൾ ആൾ പ്രോ ആണ്, നമ്മളെക്കാൾ നന്നായി ചെയ്യും. ബട്ട് അങ്ങനെയൊക്കെ വീണ്ടും ഇതിലേക്ക് തിരിച്ചു വരാൻ തുടങ്ങിയത് അങ്ങനെയാണ്.